ഹലോ ഗൈസ്, നമ്മളിന്ന് കുറേ കാലമായിട്ട് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ അന്ന് കണ്ട അന്ന് മുതലേ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം ചെയ്യാനാണ് ഗൈസ് നമ്മൾ പോകണത്. ഫൈനലി നമ്മൾ ഈ ജവാനി ദിവാലി കാണാൻ പോകണം ഗൈസ്. ഞങ്ങൾ ഇറങ്ങി അന്ന് തന്നെ കാണണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റിയില്ല. ഫൈനലി ഞങ്ങൾ ഇന്ന് പോകാൻ പോവാണ് തൽക്കാലം. അപ്പോൾ ഇനി ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാനുണ്ട്. അവിടെ നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യണം. ഞങ്ങൾക്ക് കളമശ്ശേരി മെട്രോ സ്റ്റേഷനാണുള്ളത്. എന്നിട്ട് ഞാൻ അവിടെ പോയി പിക്ക് ചെയ്യണം. ബട്ട് ഇറ്റ്സ് ഓക്കെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഷോയുടെ ടൈം ആവാറായി. നമ്മൾ മെട്രോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. ആക്ച്വലി ഞാൻ എൻ്റെ ക്യാമറമാനെ ക്യാരി ചെയ്യുന്നുണ്ട്. അവൻ്റെ ടിക്കറ്റ് ഞാൻ തന്നെ എടുക്കണം. ക്യാമറമാൻ കമോൺ. ആലുവയിൽ പിക്ക് ചെയ്തു. എനിക്ക് ഞാൻ സെൽഫ് ഇൻഡിപെൻഡന്റ് ഭയങ്കരമായതുകൊണ്ട് അതെ ആലുവയിൽ നിന്ന് പിക്ക് ചെയ്യേണ്ടി വന്നില്ല. എനിക്ക് കളമശ്ശേരിയിൽ ജസ്റ്റ് 2 മിനിറ്റ് ലൈക്ക് 5 മിനിറ്റിന്റെ മെട്രോ ഉള്ളൂ. ഞാൻ എന്നിട്ട് ഇവിടം വരെ വന്നിട്ട് കഷ്ടപ്പെട്ട് യജമാനിയുടെ മറ്റേ സ്റ്റാർട്ടിങ് പോലും കാണാറുണ്ട്. അതെ അതെ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് മിസ്സായി ഗൈസ്. മിസ്സാവില്ല ബിക്കോസ് 9:45 9:40 ഞങ്ങളുടെ ഷോ. ഓടും പരസ്യം കൊണ്ട് കുറച്ച് ലാഗ് ആവണം. പക്ഷേ ഈ ആലുവയിൽ ഒരു മെട്രോ എടുത്തിട്ടില്ല ഗൈസ്. നമുക്ക് ഇനി മെട്രോ സ്റ്റേഷനിൽ കണ്ടിട്ട് കാണാം. ഇതേപോലെ ലേറ്റ് ആയി വരുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലും. ഇവിടെ 8:45 എടുക്കാൻ. ഇപ്പൊ ഞങ്ങൾ ആലുവ ഞാൻ വന്നപ്പോ 9:45. അതെ അങ്ങനെ കയറി വന്നാൽ പോലെയായിരുന്നു. ആ ഗാഗറ പാട്ട് കഴിയാണ്ടിരിക്കാൻ മതിയായിരുന്നു. ഗൈസ് ഞങ്ങൾക്ക് ഇവിടെ ക്രൗഡ് ആവുന്നുണ്ട്. ബൈ ബൈ. ഞങ്ങളുടെ മൂവി തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ 20 മിനിറ്റ്സ് കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഓടണം. 20 മിനിറ്റ് കഴിഞ്ഞു, ഇതുവരെ എത്തിയിട്ടില്ല. മെട്രോ ചേട്ടൻ എന്താ രാവിലെ അടിച്ചെന്ന് ഭയങ്കര ലേറ്റ് ആയിട്ട് എടുക്കുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ നല്ല നന്മമരമായിരുന്നു. നമ്മൾ സീറ്റൊക്കെ പറയേണ്ട കേൾക്കും. അതെ അതെ ഒരു അങ്കിൾ താങ്ക്സ്. അവര് ഭയങ്കര കഷ്ടപ്പെട്ട് കയറണല്ലേ. അയ്യോ എൻ്റെ മൂവി ഇതെല്ലാം ഇൻട്രോ ഒക്കെ പോയി. നല്ല ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായ ഭാഗ്യം. ഇൻട്രോക്ക് ഞങ്ങൾ കുത്തിക്കയറ്റും. ക്യൂ നോക്കിയാൽ ക്യൂ ഇത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഓടട്ടെ. Chashmesh, call Chashmesh. അവിടെ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. എൻജോയ് ചെയ്യുമായിരുന്നു. അതെ കൊച്ചുണ്ടാക്കണ്ടായിരുന്നെങ്കിലും ഡാൻസ് അതെ നല്ല ഞങ്ങൾ വൈബ് ചെയ്തു. ഞങ്ങൾ ഡാൻസ് കളിക്കാനൊക്കെ ഇറങ്ങി എല്ലാവരും. പ്രത്യേക ഫീൽ. അവിടെ ഇരുന്ന് പിന്നെയും കരഞ്ഞു. ആദ്യം കണ്ട് അന്ന് കരഞ്ഞ പോലെ തന്നെ രണ്ടാമതും കരഞ്ഞു. സെയിം ഇമോഷൻ. ആ മൂവിക്ക് അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട്. അതാണ് എല്ലാവരും ആ മൂവി ഇപ്പോഴും കാണാൻ തന്നെ.
ഇനി നമ്മൾ ഇങ്ങനെ തെന്നി തിരിഞ്ഞ് നടക്കാൻ പോവാണ് കുറച്ച് നേരം. ലുലുവൊക്കെ ഒന്ന് കണ്ട്, കാണാത്ത സ്ഥലമൊന്നുമല്ല എന്നാലും ആദ്യത്തെ പോലെ ഒന്നും കൂടി കണ്ട് കുറച്ച് കളക്ഷനൊക്കെ എടുത്തിട്ട് കണ്ട. മോമ കോൺസെൻട്രേറ്റ് പോലും ചെയ്യുന്നില്ല ബിക്കോസ് അവൾക്ക് കളക്ഷൻ കിട്ടിത്തുടങ്ങി. എനിക്ക് വേണ്ട, ഇവിടെ ഉള്ള ആൾക്കാരെ ആരെയും ഇഷ്ടപ്പെട്ടു. അവർക്ക് പെരുമ്പാവൂർ ബോയ്സിനെ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ ഗൈസ്. എർത്തടിച്ചില്ലേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എർത്തടിക്കും. ഇല്ല കാര്യമായിട്ട് ഇവിടെ നമുക്ക് എർത്തടിക്കും. ശരിക്കും എർത്തടിക്കും ഗൈസ്. നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടോ? എനിക്ക് അടിച്ചിട്ടുണ്ട്. ബുക്ക് വായിക്കുന്ന പോലെ ആക്ട് ചെയ്യാം. ഇങ്ങനെ പോസ്റ്ററിൽ കയറാം, ബുക്ക് വായിക്കുന്ന പോലെ ആക്ട് ചെയ്യാം. ഇപ്പം നോക്കി ചെയ്യുന്ന പോലെ എല്ലാ ഒരു ആക്ടിങ് അതല്ലോ. എന്നിട്ട് നമ്മൾ ഇവിടെയുള്ള എല്ലാ ബുക്സും നോക്കാം. ഗൈസ് ഇതൊക്കെ ഇങ്ങനെ വായിക്കാനുള്ള ബുക്സാണ്. ഇതിന് നല്ല ബുക്സ് റെക്കമെൻഡ് ചെയ്യും. ഫിക്ഷൻ വേണം. പകുതി ബുക്സ് ഞാൻ വായിച്ചതാണ്. ഇതൊക്കെ തിരിച്ചുകൊണ്ടേക്കാം. ചിക്കൻ സൂപ്പ് എന്താണ് പറയാനുള്ളത് ഇതിനെ പറ്റി? എന്താണ് അതല്ല, മോമോ അങ്ങനെ അധികം പുറത്തിറങ്ങാത്ത ടൈപ്പാണല്ലോ. ലൈക്ക് ഫ്രണ്ട്സായിട്ട് അവൾ പുറത്തു പോകാറില്ല. എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് മീ. പക്ഷെ എന്താ പറയാ, എന്നെ ടേക്ക് കെയർ ചെയ്യാൻ ഒരാൾ വേണം. അല്ല, നമ്മളിപ്പോ യേജവാനി ദിവാനി കണ്ടില്ലേ? നമ്മുടെ റിയൽ ലൈഫ് യേജവാനിയില് നേനാരാ അതിഥിയാരാ? അതെ, എനിക്ക് നേനാവില്ല. അവളൊക്കെ അങ്ങനെയല്ല സംസാരിക്കും. പഠിപ്പിക്കുന്ന ഇൻട്രോവേർട്ട് ആകില്ല. ഇൻട്രോവേർട്ടല്ല, സോഷ്യൽ ഓക്വേർഡ്നെസ് കുറച്ച് അധികമുണ്ട്. എനിക്ക് ചില സമയത്ത് ബസ്സിൽ ഇപ്പോൾ ഒരാളിപ്പോൾ അയാളെ പൈസ തിരിച്ചെന്നില്ല വെച്ച് കണ്ടു, പക്ഷെ ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങണം എനിക്ക് അങ്ങനെയൊക്കെ പറയാം. ആ ഒരു നിമിഷത്തിലൊക്കെ എനിക്ക് നമ്മുടെ കോളേജിൽ കയറുമ്പോൾ അത്ര എനിക്ക് ഇത് കയറുള്ളൂ, ഇൻട്രോവേർട്ട് സൈഡ് കയറുള്ളൂ. എന്റെ കോളേജിലും ചെറുതായിട്ട് അല്ല, കോളേജിൽ നീ ഇൻട്രോവേർട്ട് അല്ല, കോളേജിൽ ഞാൻ ഞാനല്ലേ. ഞാൻ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ മാത്രം ഞാൻ നീ അതിഥിയാകും. പുറത്തേക്ക് ഇറങ്ങിയവിടെ ഞാൻ നേരിട്ട് ഒരു ഇതില്ല. ഉണ്ട്, പക്ഷെ അത് ആരും കണ്ടിട്ടില്ല. കുറച്ചധികം ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി ഷീതു മിസ്ത്രി വന്നില്ലേ, അപ്പൊ അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇതിന് തോന്നണമെങ്കിൽ കമന്റ് ബിലോ, അവരുടെ അടുത്ത് കമന്റ് ബിലോ. ഇനി നമ്മൾ എങ്ങടാ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിത്തരാം. നല്ലതാ, ചാരിറ്റി എന്ന രീതിയിൽ. പിന്നെ ഞങ്ങളുടെ ക്യാമറ ഒന്നും പിടിക്കാണ്ട് നടക്കുന്നുണ്ട്. സോ നമ്മൾ ഇനി ലൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് മെട്രോ സ്റ്റേഷൻ്റെ താഴെയുള്ള കടയാണ് ഗൈസ്. നമ്മൾ ലൈമൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് വേറെ പണിയുണ്ട്. സോ മോമനെ ഞാൻ മെട്രോ സ്റ്റേഷനിൽ ഇറക്കി വിടെങ്കിൽ അവൾ തന്നെ പോണം. കണ്ട, നമ്മളിവിടെ എന്തിനു പറഞ്ഞോണ്ടിരിക്കുമ്പോ അവള് വേറെ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഔട്ടിങ് ഏകദേശം ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു. ഓവറായി പോകും പറഞ്ഞ ഈ ഒരാഴ്ച ഞാൻ ജീവിച്ചത് ഇതിനു വേണ്ടി. ആക്ച്വലി സത്യം കേട്ടോ, ഞാൻ വേണമെങ്കിൽ കാണിച്ചില്ല. ഞങ്ങള് ഒരു 1 വീക്ക് മുമ്പ് എടുത്ത വീഡിയോ ഉണ്ട്. നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ എന്തായാലും ഫോൺ പറഞ്ഞിട്ട് അത് ഞാൻ ആഡ് ചെയ്തിരിക്കും. അതിന്റെ ഇടയ്ക്ക് എനിക്ക് പനി പിടിച്ച്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയ ദിവസം 3rd പോകേണ്ടിരുന്നത്. പക്ഷെ കരൺ ജോറ് ഞാൻ എന്നെ കാണിക്കേണ്ട പുള്ളിക്കാരൻ സിനിമ റിലീസ് ചെയ്യല് നിർത്തില്ല. അതുകൊണ്ട് നീട്ടി വെച്ചു. അടുത്ത ആഴ്ചത്തേക്ക് നീട്ടി വെച്ചു. നമ്മുടെ വ്ളോഗ് ഞങ്ങള് എൻജോയ് ചെയ്യാണ്. ആൻഡ് ഇനി ഞങ്ങളെല്ലാവരും വീട്ടിൽ പോകുന്നു, അത്രേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. മെട്രോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ വന്നിട്ടില്ല. സോ ഇനി ഞങ്ങൾ ബിസി ആയിരിക്കും ഞങ്ങളുടെ ക്ലാസ് വർക്കൊക്കെ ആയിട്ട്. അതെ, ഞങ്ങൾക്ക് പ്രോജക്റ്റിന് കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ട. അപ്പൊ അതിന് മുകളിൽ ലാസ്റ്റ് ചില്ല ഔട്ടാണ്. നിങ്ങൾ ശരിക്കും ഞങ്ങൾ ഭയങ്കര പഠിത്തം അങ്ങനത്തെ കാര്യമായിരിക്കും അല്ല. എല്ലാവരും സീരീസ് ബിസി ആയിരിക്കും. എല്ലാവരും സീരീസ് കാണാൻ ബിസി ആയിരിക്കും. ഞാൻ പോയി സീരീസ് തുടങ്ങാളൂ, പോയി സീരീസ് തുടങ്ങും. എനിക്ക് എന്റെ ആലിസൺ മോഡൽ സീസൺ 2 തീരാറായിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് ഇതിലൊന്ന് തുടങ്ങണം. എല്ലാം കണ്ടു കഴിഞ്ഞു. എനിക്ക് ഇതിൽ ബുക്ക് വായിക്കണം. അത് കൊറേ നേരത്തെ പ്രോജക്റ്റ് തലേദിവസം സെറ്റ് ആയാൽ മതിയായിരുന്നു. ഞങ്ങള് മിസ് ഞങ്ങളടുത്ത് നിങ്ങൾ സ്വന്തമായി ഇറങ്ങി സർവേ ചെയ്യണം, ഗ്രൗണ്ട് സർവേ ചെയ്തിട്ട് ഇനി ഇറങ്ങിയാൽ മതി പറഞ്ഞേക്കണം. മെമ്പറിന്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇനി കുറച്ച് ഒഫീഷ്യൽസ് ആയിട്ട് സംസാരിക്കാറുണ്ട്. ബിക്കോസ് ഞങ്ങളുടെ പ്രൊജക്ട് ആക്ച്വലി നല്ലൊരു പ്രൊജക്ട് ആണ്. നല്ല ഇന്നോവേഷൻ ആണ് കൊണ്ടുവരാൻ പോണേ. ഞങ്ങള്
നമ്മുടെ തലയിൽ ബുദ്ധി കുതിക്കും, പക്ഷേ ഇതൊന്നും മിസ്സെല്ലാം റിജക്ട് ചെയ്ത് കളഞ്ഞു. കുറേ ബുദ്ധി കുതിച്ചതായിരുന്നു ഞങ്ങളുടെ തലയിൽ. അതെ. ഓക്കെ, അപ്പൊ ബൈ ബൈ. ബൈ ബൈ.